വലിയ 2 കേരയുടെ തല എടുത്തിട്ടുണ്ട്. വെറൈറ്റി ആയിട്ട് കറി വെക്കാൻ പോവാ. തലക്കറി ഉണ്ടാക്കാൻ പോവാ. കറി വെച്ച് നാളെ കഴിക്കത്തോളൂ. ഇതൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. ഇതുണ്ടോ വലിയ ചൂണ്ടയിട്ട് പിടിക്കുന്ന ഇത് കണ്ടോ. ചിരണ്ടി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. ഉപ്പും പുളിയൊക്കെ പിടിക്കാനും വേണ്ടി ഒന്ന് 2ആയിട്ട് പൊളന്ന് വെച്ച് വേണം ഇത് ചെയ്യാൻ. വൃത്തിയാക്കി ഒന്ന് എടുത്തത് കണ്ടോ. ആദ്യമേ ഇതിന്റെ ചോരമയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാമോ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിടാം നമുക്ക്. പിന്നെ ഒന്ന് കഴുകിയെടുക്കാം. ഇത് കോട്ടൺ സ്റ്റൈല് തലക്കറിയാണ് വെക്കുന്നത്. തീ ഒന്ന് കത്തിക്കാൻ പോവാ. വലിയ ഉരുളിയാണ് വെക്കുന്നത്. ഉരുളി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. 1 സ്പൂണ് കടുക് ഇടുക. കടുക് പൊട്ടി തീർന്ന് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് ഇഞ്ചി, മുളക് പൊടി ആയതുകൊണ്ട് 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2ആയിട്ട് കീറിയതാ. കുറച്ച് കൊച്ചുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത്. കുറച്ച് കറിവേപ്പില. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് മുരിയണം. ഇത് ചെറിയൊരു ചുവപ്പ് കളർ പറഞ്ഞു. ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തോട്ട് മുളക് പൊടി ചേർക്കാൻ പോവാം. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് സാദാ മുളകാണ്. ഇത് കുറച്ച് എരിക്ക് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ഒരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കണം. 1 സ്പൂൺ ഉലുവാപ്പൊടി. ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട്. എണ്ണയ്ക്കകത്ത് ഇതൊന്ന് മുരിയണം. ഒരു 300 ഗ്രാം കുടമ്പുളി ചേർക്കാം. കുതിർത്ത് വെച്ചേക്കുന്നേ, ചെറുതായിട്ട് കീറിയതാണ്. ഒരു 2 സ്പൂൺ ഉപ്പ്. പിന്നെ നോക്കിയിട്ട് ചേർക്കാം. നന്നായിട്ട് എണ്ണയ്ക്കകത്തൊക്കെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീന്തല കിടന്ന് പറ്റാനും വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ ആ ആ കറി തിളച്ചിട്ടുണ്ട്. തല അതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. കുറച്ച് ഗ്രേവി ഇതിൻ്റെ മേളിലോട്ടൊന്ന് കോരി ഒഴിച്ചു കൊടുക്കണം. ആ മീനിനകത്തൊന്ന് പിടിക്കാനും വേണ്ടി നല്ലപോലെ അങ്ങ് പറ്റണം. അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കാം. ആ ഇതുണ്ടോ നല്ല അടിപൊളി മണമൊക്കെ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ആ കുഴപ്പമില്ല. നല്ലപോലെ ഇരുന്നങ്ങ് പറ്റണം ഇത്. ഒരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തേക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ. കുറച്ച് നേരവും കൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. തുറന്നു നോക്കാൻ പോവാ. ആ പിന്നെ മണമൊക്കെ നോക്കി. ഇതൊന്ന് ഇളക്കി വെച്ച് കൊടുത്തേ കണ്ടോ. ഇവിടെ ടേസ്റ്ററായി കൊടുക്കുവാന്ന്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ. അടുത്ത ഒരു ടേസ്റ്ററും ഇവിടെ ഉണ്ട്. കൊച്ചു ടേസ്റ്ററാണ്.
കൊള്ളാവാ കൊള്ളാവാ കൊള്ളാവോ? ഇതൊന്ന് അടച്ച് മാറ്റി വെക്കുവാണ്, നാളെ അന്ന് ടേസ്റ്റ് ചെയ്യുന്നത്. പിറ്റേ ദിവസമായി ഇതൊന്ന് തുറന്നു നോക്കാൻ പോവാ. ഉണ്ടോ തലക്കറി, കോട്ടൺ സ്റ്റൈലിൽ തലക്കറി എല്ലാം നല്ല അടിപൊളിയായിട്ട് ഉപ്പും പുളിയും എല്ലാം പിടിച്ചിരിക്കുകയാണ്. ആദ്യം പുഴുങ്ങിയ കപ്പ ഇതിനകത്തോട്ട് ഇടുക. ഇച്ചിരി പണിയാണ്, സെറ്റായിരിക്കും. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കറിയൊക്കെ കണ്ടോ, അടിപൊളി കറിയാണ്, കോട്ടൺ സ്റ്റൈൽ കറി. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാ. ആ മീൻ അടിപൊളി മീനാണ്, നല്ലപോലെ വെന്ത് ഉപ്പും പുളിയും എല്ലാം പിടിച്ചിരിക്കുക. ഉപ്പും പുളിയും എരി എല്ലാം നല്ല കറക്റ്റ് നിൽക്കുക. വേണ്ടേ? സൂപ്പർ. ഊര് വെളുപ്പീര് വെളുപ്പീര് കൊമ്പന്റെ കൊമ്പ് പോലെ. കൊമ്പന്റെ കൊമ്പോ? എടുത്തോണ്ട് കാറിനകത്ത് മുക്കിയാൻ കടിക്കുന്നു. ആ കണ്ണൊക്കെ ഇങ്ങനെ പൊളിച്ചങ്ങനെ അടിക്കണം കേട്ടോ. എങ്ങനെയുണ്ട് രാജേ? കോട്ടയം സ്റ്റൈല് തലക്കറി എങ്ങനെയുണ്ട്? കോട്ടയം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വെച്ച് ഇന്ന് രാവിലെ കഴിച്ചപ്പോൾ എന്തോ ടേസ്റ്റാണ്. മോനെ, നമ്മുടെ ഇന്നലത്തെ കറി എങ്ങനെയുണ്ട്? കപ്പയായിട്ട് അടിപൊളി, സൂപ്പർ. എല്ലാവരും തലേ ദിവസം ഈ കറി വെച്ച് പിറ്റേന്ന് കഴിച്ചു നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യണമെന്ന് ഷെയർ ചെയ്യണം. എല്ലാരും ഒന്ന് ബെല്ലടിക്കണം.